ഒരു കൂട്ടുകാരെ നമുക്കിന്ന് പപ്പാസ് കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വരും നമുക്ക് എങ്ങനെയാണ് പപ്പാസ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കൂട്ടുകാരെ, ആദ്യം നമുക്ക് എടുത്തിരിക്കുന്ന ഈ മസാല കൂട്ടൊന്ന് തിളപ്പിച്ചാറിയ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവ, കുരുമുളക് പൊടിച്ചത്, കുത്തിച്ചതച്ചതാണേ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് പൊടി കൂടുതലും മൂത്ത് പോവാതിരിക്കാനും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ഇത് ചെയ്യുന്നത് കുറച്ചും കൂടി പൊടി മൂത്ത് പോവാതിരിക്കും, ഭയങ്കരമായിട്ട് പൊടി മൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മൊരിയിക്കുമ്പോൾ പെട്ടെന്നങ്ങ് മൂത്ത് പോവില്ല. പപ്പാസിന് ഇങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിലേക്ക് സ്റ്റൗ കത്തിക്കാം. ചട്ടി ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ മൂത്ത ശേഷം നമുക്ക് സവാളയും വേപ്പിലയും ഇടാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് സവാള മൂപ്പിച്ചെടുക്കാം നന്നായിട്ട്. പപ്പാസരിക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ. ഞാൻ ഒരു കാര്യം മറന്നുപോയി. നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു പണി ഉണ്ടായിരുന്നു. ഇതിലേക്ക് ആദ്യം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് വേണമായിരുന്നു സവാള ഇടാൻ. സാരമില്ല, നമുക്കിപ്പോൾ ഇടാം. ഓക്കെ, കുറച്ച് കടുകിടണം. പപ്പാസറിയുടെ പ്രധാനപ്പെട്ട ഒന്നാണത്. നോക്കട്ടെ, നടുക്കിടാം. കടുകിട്ടിട്ടുണ്ട്. പപ്പാസറിക്ക് മെയിനായിട്ട് കടുകും ചൊർക്കയുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. കടുകൊന്ന് മൂത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ആ കടുകിട്ടപ്പോൾ അതിൻ്റെ ആ നല്ലൊരു മണം വരുന്നുണ്ട്. കടുകിൻ്റെ നല്ലൊരു, നമുക്ക് നന്നായിട്ട് മൂപ്പിക്കാം.
നന്നായിട്ട് മൂക്കട്ടെ. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തീയിലിരുന്ന് നന്നായിട്ട് മൂക്കട്ടെ. സവാള അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉലുവ, ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം, സവാളയിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് സവാളയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇത് മുളക് പൊടിയൊക്കെ നന്നായി മൊരിഞ്ഞ് നന്നായിട്ട് മിക്സായി വരട്ടെ. നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. ചട്ടിയിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഞാൻ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ടാണ്, ചട്ടിയിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചട്ടിക്ക് ഇത്ര സൗണ്ട്. കറണ്ട് പോയി, ഇൻവെർട്ടർ വർക്ക് ചെയ്യാനിപ്പോൾ. ഇവിടുത്തെ ലൈറ്റ് പോയതുകൊണ്ട് ആകെ. ഓക്കെ, അത് മൂക്കട്ടെ. കണ്ടോ, പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. അതിൻ്റെ ഇതാണ് എല്ലാം കൂടി ഒരു ഉണ്ട പോലെ ഇരിക്കുന്നു. കണ്ട, ഇതേപോലെ ഇട്ട് എല്ലാം കൂടി ഒരു കട്ട പോലെ വരും. അതാണ് അതിൻ്റെ ഒരു മൂത്തതിൻ്റെ പാകം മനസ്സിലാക്കുന്നത്. എല്ലാം കൂടി ഒറ്റ ഇതായിട്ട് ആയിക്കിട്ടും. ഇങ്ങനെ ഇരിക്കും, നല്ല ചട്ടിയിൽ നിന്ന് വിട്ട് നല്ല ഇതായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മൺചട്ടിയിലോട്ട് മാറ്റാം. കണ്ടോ, മസാല മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇടാം. കണ്ടോ, ഇറച്ചി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായിട്ട് ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആപ്പിൾ സിറ വിനീഗർ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് ഗ്യാസ് സ്റ്റൗ അല്ലേ, അപ്പം തീ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ചെറിയ തീയിലിരുന്ന് അതങ്ങ് നന്നായി തിളക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെയും അടുപ്പത്ത് കിടക്കട്ടെ. ചൊറുക്കി ഇടുമ്പോഴാണ് ആ പപ്പാസിൻ്റെ ആ നല്ലൊരു മണം വരുന്നത്. സദ്യക്ക് നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന പപ്പാസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഇച്ചിരി ഗ്രേവി വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ലൂസാക്കി എടുത്താണ്. ഇത്തിരി ഇനിയും വെള്ളം വറ്റും. ഇത് നമ്മൾ പെട്ടെന്ന് എടുത്ത് തീർക്കില്ലല്ലോ. പപ്പാസ് ആകുമ്പോഴത്തേക്കും കുറേശ്ശെ എടുക്കുകയുള്ളൂ. ചൊറുക്കയൊക്കെ ഉള്ളതുകൊണ്ട് അധികം എടുത്ത് കഴിക്കില്ല. അപ്പം ഒന്ന് നമ്മൾ പല പ്രാവശ്യമായിട്ടൊക്കെ ചൂടാക്കിയൊക്കെ വെക്കുമ്പോൾ വെള്ളം തന്നെ കുറഞ്ഞോളും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വറ്റിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ വെള്ളം കുറച്ച് പറ്റിയാലും ഗ്രേവി നമുക്ക് ഉണ്ടാവും. ഇനി അത് അവിടെ അടുപ്പത്തിരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമുക്കിനി തുറന്ന് നോക്കാം.
ഉണ്ടോ നന്നായിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. തെളിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചൂടിലിരുന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ കേട്ടോ. അതിൻ്റെ പാകം നോക്കിയിട്ട് പുളി ഇച്ചിരി മുമ്പ് നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് താളിച്ചിട്ടതല്ലേ ഉള്ളൂ, അപ്പം ഇച്ചിരി മുമ്പ് നിൽക്കണം. അത് മാംസമൊക്കെ പുളി പിടിക്കും, അപ്പോൾ പുളി വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി പുളി ഇത്തിരി മുമ്പ് നിൽക്കണം. മുമ്പ് തന്നെ കൂടുതലിടരുത് കേട്ടോ. കൂടുതലിട്ടാൽ നമുക്ക് വായിൽ തൊല്ലിയൊക്കെ പോകും. ചൊറുക്ക ഇത് ആപ്പിൾ സിറ വിനീഗർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എന്നാലും കുറച്ചിട്ടാൽ മതി. കൂടുതലായ ടേസ്റ്റ് പോകും അതിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി കണ്ടതിന് സന്തോഷം. താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. താങ്ക് യു.